ഈ കുംഭകോണത്തിന്റെ റൂട്ട് വേറെവിടെ കിടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചാണല്ലോ പറഞ്ഞത്. നമ്മൾ ലഘു ചരിത്രം ഒന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകണം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നാവുന്നതും ഔട്ടാവുന്നതും ഏതൊക്കെ പീരീഡുകളിലാണെന്ന് ഞാൻ പറയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്നാവുന്നത് സമകാലിക ലേഖനം മലയാളത്തിലെ വന്നിരിക്കുന്ന ലേഖനം പ്രകാരം KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്ന ആലപ്പുഴയിലൊരു നമ്പൂതിരിയാണ് ഇദ്ദേഹത്തെ ഒരു പരികർമ്മിയായിട്ട് സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നത്. അന്ന് ദേവസ്വം ബോർഡ് ആരുടെയാണ്? G. രാമൻ നായർ, പുനലൂർ മധു, KB ശ്രീകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബോർഡാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റുന്ന സമയത്തെ ദേവസ്വം ബോർഡിൽ, UDFന്റെ ദേവസ്വം ബോർഡ്. അയാൾ ഇന്നാവുന്നുണ്ട് 2006 ഇടവേളയ്ക്ക് ശേഷം. ആ സമയത്ത് 2007 ഒരു ചിത്രം കൂടി പുറത്തു വരുന്നുണ്ട്. ആ സമയത്തും ആരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? UDFന്റെ കാലത്ത് നിയമിതനായ G. രാമൻ നായർ. ഓർമ്മിക്കണം, UDF അധികാരത്തിൽ വരുന്ന 2011 ശേഷം ഇയാൾക്കൊരു പുതിയ ചുമതല അനൗദ്യോഗികമായിട്ട് കിട്ടുന്നു. എന്താണെന്നറിയാമോ? സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന പദവി. അന്ന് ആരായിരുന്നു? അന്ന് UDFന്റെ നിയമിതമായിട്ടുള്ള ദേവസ്വം ബോർഡ് അധികാരത്തിൽ വരുന്ന സമയത്ത് സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന് പറയുന്ന പദവി കിട്ടുന്നു. ഓർമ്മിക്കണം, അന്ന് VS ശിവകുമാറും ജയകുമാറുമായിരുന്നു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നത്, അഥവാ ദേവസ്വം മന്ത്രിയും എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ പാത്രകുംഭകോണമൊക്കെ വരുന്നത്. കേട്ടില്ലേ? ക്ലിയർ ആയി കേട്ടില്ലേ? ശബരിമല കൊള്ളയടിക്കാൻ UDF സർക്കാർ എങ്ങനെയെല്ലാം ഒത്താശ ചെയ്തെന്ന് മലയാളികൾക്ക് വ്യക്തമായി തുടങ്ങി. പോറ്റിയെ കയറ്റിയത് സഖാക്കളാണ് എന്ന് പാടി നടന്നവർ സ്വിച്ചിട്ട പോലെ ആ പാരഡി ഗാനം നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോ മനസ്സിലായി കാണും. ദേവസ്വം ബോർഡിന്റെ സ്വത്തായ വാജി വാഹനം എങ്ങനെയാണ് തന്ത്രിയുടെ കയ്യിലെത്തിയത്? UDF ഭരണസമിതിയിലെ അംഗങ്ങളായ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലുമാണ് വാജി വാഹനം ദേവസ്വം മാനുവൽ ചട്ടം ലംഘിച്ച് തന്ത്രിക്ക് കൈമാറിയത്. പഴയ സ്വത്തുക്കൾ പൊതുസ്വത്ത് എന്ന നിലയിൽ സംരക്ഷിക്കപ്പെടണമെന്ന ദേവസ്വം മാനുവൽ ചട്ടമാണ് ലംഘിക്കപ്പെട്ടത്. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ വാജി വാഹനം തന്നെയാണോ? യഥാർത്ഥ വാജി വാഹനം കച്ചവട വസ്തുവാക്കിയിട്ടുണ്ടോ? ഇനി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ലഭിക്കണം. ഇത് യഥാർത്ഥ വാജി വാഹനം അല്ലെങ്കിൽ എത്ര വലിയ കളവിനാണ് UDF ഭരണസമിതി കൂട്ടുനിന്നിരിക്കുന്നത്? കോൺഗ്രസ് ഭരണകാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്നവർ കൊടിമരത്തിന്റെ പേരിൽ പിരിച്ചത് കോടികളാണ്. ഹൈദരാബാദ് ആസ്ഥാനമായ ഫീനിക്സ് ഗ്രൂപ്പാണ് കൊടിമരം നിർമ്മിക്കുന്നതിന്റെ മുഴുവൻ ചെലവും വഹിച്ചത്. 3.2 കോടി അവർ പല ഘട്ടങ്ങളിലായി ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുമുണ്ട്. എന്നാൽ കൊടിമരത്തിന്റെ പേരിൽ അന്നത്തെ ദേവസ്വം ബോർഡ് സ്പോൺസർഷിപ്പ് വഴി സിനിമാ താരങ്ങളിൽ നിന്നടക്കം പണം പിരിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഈ പണമൊന്നും ബാങ്കിൽ എത്തിയിട്ടില്ല എന്നും കണക്കിലില്ല എന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ച KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി. ചട്ടം ലംഘിച്ച് വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയ പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും കോൺഗ്രസ് നേതാക്കൾ. കോൺക്രീറ്റ് കൊടിമരം ചിതലരിച്ചെന്ന് പറഞ്ഞ് പുതിയ കൊടിമരം സ്ഥാപിക്കാൻ വാശി പിടിച്ചത് കോൺഗ്രസ് ഭരിക്കുന്ന ബോർഡ്. പുതിയ കൊടിമരത്തിനായി കോടികൾ പിരിച്ചതും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ബോർഡ് തന്നെ. അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ തട്ടിപ്പ് വീരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത് കോൺഗ്രസ് MPമാരായ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും. കോൺഗ്രസുകാർ പോറ്റിയെ കയറ്റിയ പാട്ട് മറക്കാൻ ഇതിൽ കൂടുതൽ കാരണങ്ങളൊന്നും വേണ്ടല്ലോ അല്ലേ?